ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹോൾ 9 ഇയേഴ്സ് യൂട്യൂബ് ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. സോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്യൂട്ടോറിയലാണ്. ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് തുടങ്ങാമെന്ന്. അപ്പം അതിന് ട്യൂട്ടോറിയൽ കണ്ടാലോ? അയ്യോ, അതിന് മുന്നേ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ പേര് അനു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് റൺ ചെയ്യുന്നുണ്ട്. ഹോൾ 9 ഇയേഴ്സ് എന്നാണ് പേര്. സോ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്, ട്യൂട്ടോറിയൽസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്, ക്ലാസ്സസ് എടുക്കാമോ എന്നൊക്കെ. പക്ഷേ എനിക്ക് ക്ലാസ്സസ് ഒക്കെ എടുക്കാനുള്ള ഒരു അറിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ട്യൂട്ടോറിയൽസ് ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ വീഡിയോ ആരൊക്കെ കാണുമെന്ന് എനിക്ക് നിശ്ചയമില്ല, എങ്കിലും കുറച്ച് ഇത് ട്യൂട്ടോറിയൽസ് ചോദിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ട്യൂട്ടോറിയൽ ആയിട്ടുള്ള സിപ്പർ പൗച്ചിൻ്റെ മേക്കിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വർക്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ കോട്ടൺ ഫാബ്രിക്കിൻ്റെ കൂടെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്യാൻവാസ് സ്റ്റിഫാണ്. ക്യാൻവാസ് സ്റ്റിഫ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ പ്രോഡക്റ്റ്സ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ അളവെടുക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സിപ്പർ പൗച്ച്, ഒരു റാൻഡം സൈസാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 5 ഇഞ്ച് വീതിയും നീളം വന്നിട്ട് 7 ഇഞ്ച്, 5x7 ആണ് എടുത്തേക്കുന്നത്. ഞാനപ്പം ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതൊക്കെ എൻ്റെ മെയിൻ ഫാബ്രിക്കുകൾ ലെഫ്റ്റ് ഓവർ വന്ന ബാക്കി പീസുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്താലോ? ഓക്കെ, ഇത് നമുക്ക് തരും. അപ്പോൾ ആ സ്റ്റിഫ് ഞാൻ എടുത്തിട്ട് നമ്മുടെ ഫാബ്രിക്കിൻ്റെ പുറത്ത് അയൺ ചെയ്തിട്ട് നമ്മൾ എക്സസ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള പീസാണിത്. അങ്ങനെ 2 പീസ് ഞാൻ വെട്ടിയെടുത്തിട്ട്, ഇനി നമുക്കിത് കൂടാണ്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെയിം അളവിൽ തന്നെയുള്ള ലൈനിങ് പീസുകളാണ്. ഇത് നോർമൽ തുണി സ്റ്റിഫൊന്നും ഒട്ടിക്കാതെ 2 പീസ് സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ഫാബ്രിക് നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് സിബിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കണം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ തയ്ക്കാൻ നല്ല എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിങ്ങും സിബും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പേർട്ട് ആണ് അല്ലേ എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ പ്രോഡക്റ്റിലും ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് ആദ്യം സിബും മെയിൻ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്തതിന് ശേഷം, ഐ മീൻ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തതിന് ശേഷം ആണ് വീണ്ടും രണ്ടാമത്തെ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ ഇവിടെ കാണിക്കാമേ. ആക്ച്വലി ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സിബും മെയിൻ ഫാബ്രിക്കും തമ്മിൽ അറ്റാച്ച് ചെയ്തു. ഇതിന് ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒരേ പൊസിഷനിൽ വെച്ചിട്ട് വീണ്ടും ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. ലൈനിങ് തിരിച്ചെടുക്കുമ്പോൾ അപ്പോൾ ദാ ഒരു പീസ് ഇങ്ങനെ കിട്ടി. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ പീസും ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സൈഡും അതേപോലെ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ആയിരിക്കും അത് വരുന്നത് കേട്ടോ. ഇനി നമ്മളിത് ജോയിൻ ചെയ്യാൻ പോകും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു ടിപ്പായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഫാബ്രിക്കിൻ്റെ പുറത്തു കൂടെ വരുന്ന സ്റ്റിച്ച് മാക്സിമം അതേ കളർ തന്നെ മാച്ചിങ്ങിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ചെയ്യുവാണെങ്കിൽ വൈറ്റ് കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് ഒരു എന്താ പറയുക, ഒരു പെർഫെക്ഷൻ കിട്ടും. അപ്പം ഇതിപ്പോൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് എനിക്ക് ക്ഷമയില്ല. നമ്മുടെ വേറെ ഓർഡറുകളെല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുക. കഴിഞ്ഞ ആഴ്ച മൊത്തം മഴയും കറണ്ട് പോക്കൊക്കെ ആയത് കാരണം കുറേ പെൻഡിങ്ങിൽ വന്നേക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഓടിപ്പിടിച്ച് ചെയ്യുന്നത് ഇത്. അപ്പോൾ അത് കാരണം എനിക്ക് നൂല് മാറ്റാനുള്ള ക്ഷമ ഉണ്ടായില്ല. ഇത് വേഗം എടുത്ത് തീർന്നിട്ട് വേണം നമുക്ക് അടുത്ത എൻ്റെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഓർഡറുകൾ തീർക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നൂല് യൂസ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഫെയർ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫാബ്രിക്കിൻ്റെ അതേ കളർ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ജോയിൻ ചെയ്യുന്നത് നോക്കാം. നല്ല വശവും തമ്മിൽ എടുക്കുക, ലൈനിങ് രണ്ടും എടുക്കുക, എന്നിട്ട് ഇങ്ങനെ തയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്നു, ഇങ്ങനെ വന്നു, ഇത്രയും. അതായത് ഇത്രയും പൊസിഷൻ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഫുള്ള് സ്റ്റിച്ച് കൊടുക്കുക. സിപ്പർ പൗച്ച് വരുമ്പോഴത്തേക്കും റോട്ടിൽ കൂടെ 2 പേര് നടന്നു പോകുന്നത് എനിക്ക് ചമ്മലായി. ഓക്കെ, രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ സിപ്പർ പൗച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പൗച്ചിൻ്റെ ഈ കോർണറിൽ ഞാൻ എപ്പോഴും ഒരു കർവ് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നാറുണ്ട്.
അപ്പം എൻ്റെ പ്രോഡക്ട്സിലെല്ലാം ഞാൻ അങ്ങനെ ചെയ്യാറ്. പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ ആ കർവ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവാറുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിലെല്ലാത്തിനും കർവ് കൊടുക്കാറുണ്ട്. അപ്പം കർവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് എന്തെങ്കിലും ഐറ്റം എടുത്തിട്ട് നമ്മൾ വരച്ചിട്ട് അതൊരു സ്റ്റിച്ച് ചെയ്യുക. കാണിച്ചു തരാം. കർവിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ബാക്കി എക്സസ് വരുന്നത് അവിടെ കോർണർ ഞാൻ കട്ട് ചെയ്തു. അതിനുശേഷം നമുക്കിനി ഇത് തിരിച്ചിടാം. മറിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഇതൊക്കെ സിപ്പർ പൗച്ചിനൊന്നും വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് മറിച്ചെടുക്കാം. അല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതിയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മറിച്ചെടുക്കൽ ഭയങ്കര പണിയുള്ള കാര്യമാണ്. നമ്മുടെ എഡ്ജസ് കോർണേഴ്സ് വരെ നല്ലപോലെ ഷേപ്പ് ചെയ്ത് എടുക്കണം. നമ്മുടെ ലൈനിങ് പീസ്. അപ്പോൾ ഈ ലൈനിങ് പീസ് നമ്മൾ മടക്കി വെച്ചിട്ട് അടിക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിപ്പർ പൗച്ച് ആയില്ലേ. അപ്പം ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സിപ്പർ പൗച്ച് തയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,